ഹായ് ഫ്രണ്ട്സ്, ഹസസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കക്ക ഫ്രൈ ആണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ 1/2 കിലോ കക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. സവാള ഒരെണ്ണം, പച്ചമുളക് 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങ ചെറുതായി അരിഞ്ഞത് 1/3 കപ്പ്, കറിവേപ്പില, വെള്ളം 1/2 കപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. കക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ 1/2 കിലോ കക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അധികം ഉപ്പിടാൻ പാടില്ല. കക്കയിൽ തന്നെ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസിലേക്ക് മാറ്റി പാത്രം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കവർ ചെയ്തിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. കുറച്ച് നേരമായിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം മുഴുവൻ വറ്റി കിട്ടണം. ഒന്നുകൂടി നമുക്ക് കവർ ചെയ്ത് വെക്കാം. വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരു പാന് വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിടുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കക്കലത്തെ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്തെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കളറും കുറച്ചൊന്ന് ചേഞ്ച് ആവും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.